നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ഷൈൻ ടോം ചാക്കോയ്ക്ക് പിന്നാലെ ഇപ്പോൾ ശ്രീനാഥ് ബാസിയും വെട്ടിലാവുകയാണ്. ശ്രീനാഥ് ബാസിക്കെതിരെ വെളിപ്പെടുത്തലുമായി സിനിമാ നിർമ്മാതാവ് ഹസീബ് മലബാർ എത്തിയിരിക്കുകയാണ്. ശ്രീനാഥ് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. കാരവാനോ ലഹരി പിടിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഏറ്റവും അപകടമുണ്ടാക്കുന്ന വണ്ടി ശ്രീനാഥ് ബാസിയുടേതാണെന്ന് നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ. പുലർച്ചെ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെടും, എന്നാൽ ലഹരി നൽകിയില്ലെങ്കിൽ സെറ്റിൽ വരികയുമില്ല. 58 ദിവസമാണ് ലഹരി നൽകാത്തതിനെ തുടർന്ന് സെറ്റിൽ വരാതിരുന്നത്. കൂടാതെ ഡബ്ബിങ്ങിനും സഹകരിച്ചില്ല. ഇത് കാരണം ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും എല്ലാം നീണ്ടുപോയെന്നാണ് നിർമ്മാതാവ് വെളിപ്പെടുത്തുന്നത്. 2022 ജൂൺ 12-നാണ് നമുക്ക് കോടതിയിൽ കാണാം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം കോഴിക്കോട് ആരംഭിച്ചത്. പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകളും കൗതുകങ്ങളും ചേർത്ത് ഒരു കുടുംബ ചിത്രമാണ് ഈ സിനിമ. സംജിത് ചന്ദ്രസേനനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ത്രയം, മൈക്ക് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംജിത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നമുക്ക് കോടതിയിൽ കാണാം. ആഷിഖ് അലി അക്ബറാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. പക്ഷെ ഇത്രയും വർഷമായിട്ട് ഈ സിനിമ തിയേറ്ററുകളിൽ എത്താൻ സാധിച്ചില്ല. ഇതുമൂലം നിർമ്മാതാവിന് വളരെയധികം നഷ്ടങ്ങളാണ് നേരിടേണ്ടി വന്നത്. പലതവണയാണ് ശ്രീനാഥ് ബാസി ലഹരി വിവാദത്തിൽ കുടുങ്ങുന്നത്. ഹൈബ്രിഡ് കഞ്ചാവുമായി കുടുങ്ങിയ തസ്ലീമയുടെ ഇടപാടുകാരുടെ കൂട്ടത്തിലും ശ്രീനാഥ് ബാസി ഉണ്ടെന്നാണ് വിവരം. ഇതിനിടെയാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് എത്തിയിരിക്കുന്നത്.